കൈതപ്പള്ളി ചാനൽ. തൃശ്ശൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ശക്തമായ കാറ്റും മിന്നൽ ചുഴിയും 10 വീടുകൾ ഭാഗികമായി തകർന്നു. ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ ജില്ലയിലെ 10 വീടുകൾ ഭാഗിക നാശം. കോലഴി പഞ്ചായത്തിലെ കുറ്റൂരിൽ മിന്നൽ ചുഴി അനുഭവപ്പെട്ടു. കുറ്റൂർ തവളക്കുളം ചിറ്റത്തുപറമ്പിൽ ഗോപാലിയുടെ വീടിന്റെ മുകളിലൂടെ വീണു. ബുധനാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റിൽ തൃശൂർ കുര്യക്കാട്ടുകരയിൽ വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് വീണു. തൃശൂർ മുകുന്ദപുരം താലൂക്കുകളിൽ 3 വീതം വീടുകളും തലപ്പള്ളി ചാലക്കുടി താലൂക്കുകളിൽ രണ്ടും കൊടുങ്ങല്ലൂർ മേത്തലയിൽ 1 വീട് തകർന്നു. ചാലക്കുടി താലൂക്കിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ മോനോടിയിൽ 2 വീടുകളും തൃശൂർ താലൂക്കിൽ അരിമ്പൂർ 12-ാം വാർഡ് പാണഞ്ചേരി പഞ്ചായത്തിലെ 13-ാം വാർഡ് ഓരോ വീടുകളും തകർന്നു. മുകുന്ദപുരം താലൂക്കിൽ നെന്മണിക്കര പഞ്ചായത്തിലെ മടവാക്കരയിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ മരം വീണു. 10-ാം വാർഡിൽ അയ്യൻകണ്ടത്ത് സുരേന്ദ്രന്റെ വീടിനു മുകളിലാണ് മരം വീണത്. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ മൂർക്കനാട് പുറക്കാട്ടുകുന്ന് കലിക്കപ്പറമ്പിൽ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര പൂർണ്ണമായും തകർന്നു. തലപ്പള്ളി താലൂക്കിൽ പഴയന്നൂരിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. പൂമല ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. തൃശൂർ പൂമല ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച 26 അടി അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പ് നൽകി രാവിലെ 10-നും വൈകിട്ട് 4-നും ഇടയിൽ ഷട്ടറുകൾ തുറക്കാനാണ് കളക്ടർ അനുമതി നൽകിയിരിക്കുന്നത്. ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം മലവായ്ത്തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്ക് എത്തുന്നതിനാൽ മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്തുകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. പൂമല ഡാമിലെ അധിക ജലം ഒഴുകിവരുന്നത് മൂലം പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിലെ മീൻപിടുത്തവും വിലക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മഴയോടനുബന്ധിച്ച് സംബന്ധിച്ച് നടന്ന വാർത്തകൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്.